കേരളത്തിന്റെ ആരോഗ്യ ചിന്തകൾക്ക് പുതുജീവൻ നൽകിയ ആരോഗ്യ ശീർഷാസന ചിന്തകൾ എന്ന ഓഡിയോ സിഡിക്ക് ശേഷം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ മരുന്നിലൂടെ മരണമെന്ന പ്രഭാഷണ പരമ്പര പുറത്തിറങ്ങുകയാണ്. കോഴിക്കോട് ടൗൺ ഹാളിൽ ശ്രോതാക്കളെ ഞെട്ടിച്ച മരുന്നിലൂടെ മരണമെന്ന പ്രഭാഷണ പരമ്പരയും അനേകരുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നും ആരോഗ്യ ജീവിതം നൽകുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട്. ആരോഗ്യരംഗത്തെ അധാർമികതകൾക്കും അനാചാരങ്ങൾക്കും അശാസ്ത്രീയതകൾക്കുമെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ പരിചയപ്പെടുത്തട്ടെ. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകര സ്വദേശിയായ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പ്രകൃതി ചികിത്സാ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നൂറുകണക്കിന് രോഗികൾക്ക് ആരോഗ്യത്തിലേക്കുള്ള പാത കാട്ടുകയും ചെയ്തു വരികയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമെടുത്ത ഡോക്ടർ ജേക്കബ് 1980 യശശരീരനായ പ്രൊഫസർ MP മന്മഥന്റെ ശിഷ്യത്വം സ്വീകരിച്ച് മദ്യനിരോധന പ്രവർത്തനങ്ങളിലും തുടർന്ന് ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിലും സജീവമായി. ഓരോരുത്തരെയും അവനവന്റെ ഡോക്ടറാക്കുകയും ആരോഗ്യ സ്വരാജിലൂടെ യഥാർത്ഥ സ്വരാജിലേക്കും അതുവഴി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സമൂഹത്തെ ഉയർത്തുകയും ചെയ്യാൻ പ്രകൃതി ചികിത്സയ്ക്ക് കഴിയുമെന്ന് കണ്ട് ക്രമേണ പ്രകൃതി ചികിത്സാ പ്രചരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകി. രോഗിയായി വരുന്നവരെ നിരന്തരം ചികിത്സിച്ച് അടിമകളാക്കുന്ന നിലവിലുള്ള ചികിത്സകരുടെ മനോഭാവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക എന്ന മുദ്രാവാക്യം ഡോക്ടർ ജേക്കബ് ഉയർത്തിയത് ജനശ്രദ്ധ നേടി. ഡോക്ടറും ടീച്ചറും ഒത്തുചേർന്ന ഡോക്ടർ പ്രയോഗത്തിലൂടെ ഡോക്ടർ എന്ന ചൂഷകന്റെ മുഖവും ഡോക്ടർ ജേക്കബ് പുറത്തു കൊണ്ടുവന്നു. മനുഷ്യ ശരീരത്തിനും മനസ്സിനുമുണ്ടാകുന്ന സകല രോഗങ്ങളെയും മരുന്നും ഓപ്പറേഷനുമില്ലാതെ മാറ്റി സൗഖ്യം പകരുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ നേച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ രക്ഷാധികാരി കേരളത്തിന്റെ സാംസ്കാരിക നായകൻ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. മരുന്നിലൂടെ മരണമെന്ന ഈ പ്രഭാഷണ പരമ്പര നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ആരോഗ്യകരമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സവിനയം സമർപ്പിക്കട്ടെ. മരുന്നിലൂടെ മരണമോ? അമ്പരക്കരുത്, സത്യമതാണ്. മരുന്ന് ഒരിക്കലും ജീവിതത്തെ അല്ല പ്രതിനിധീകരിക്കുന്നത്. നേച്ചർ ലൈഫ് ഹോസ്പിറ്റൽ പുറത്തിറക്കുന്ന 8ഓളം വീഡിയോ സിഡികൾ നിങ്ങളോട് അതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കും. ഈ സിഡികൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ഞാൻ നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഭാഗങ്ങളാണ്. അനേകം പേരുടെ ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചം പകർന്നു നൽകും, രോഗശമനവും ആരോഗ്യവും നൽകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സിഡികൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് വിനയപൂർവം നിങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി ഈ സിഡികൾ സമർപ്പിക്കുന്നു. നന്ദി. നേച്ചർ ലൈഫ് ഹോസ്പിറ്റൽ മാത്രമല്ല, കേരളത്തിലെ അനേകം പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ ഏത് രോഗത്തെയും ഈ 5 കാര്യങ്ങൾ, നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം, ശരിയായ അധ്വാനം, വിശ്രമം, ഈ 5 കാര്യങ്ങളും ശരിയാക്കിയാൽ ബാക്കി താനേ ശരിയാക്കുന്ന പ്രതിഭാസമാണ് ശരീരം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ചികിത്സാ രീതിയിലേക്ക് വരുന്നവർ 2ാമതും 3ാമതും 4ാമതും പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ കയറി ചെല്ലേണ്ട ഗതികേടുണ്ടാകുന്നില്ല. അവർ 2 ആഴ്ചയോ 1 മാസമോ ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി തങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന് തിരിച്ചറിയുന്നു. അതവരങ്ങ് പാലിക്കുന്നു, അവരുടെ രോഗങ്ങൾ മാറുന്നു. തലവേദന വന്നാൽ തല പച്ചവെള്ളത്തിൽ ധാരയായി കഴുകി ആ സമയത്തുള്ള ആഹാരം കഴിക്കാതെ വിശ്രമിച്ചാൽ മതി എന്നവർ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ആശുപത്രിയിലാണെങ്കിൽ രോഗിയായി വരുന്നവരെ ഡോക്ടറാക്കി മടക്കി അയക്കണമെന്നുള്ള നിഷ്ഠ, അതൊരു വ്രതമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ദിവസേന 2:30 മണി തുടങ്ങി ഞങ്ങൾക്കുള്ള 4 ആശുപത്രികളിലും ഡോക്ടർമാർ രോഗികൾക്ക് ക്ലാസ് എടുക്കുന്നു, രോഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, രോഗം മാറ്റാനുള്ള രീതികളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 2 ആഴ്ച ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നൊരു രോഗി അടുത്ത രോഗം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ഞങ്ങൾ അവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും പോയി അതൊക്കെ തെറ്റിച്ച് തിരിച്ചു വരാനായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലുകൾ വൊമിറ്റോറിയങ്ങളല്ല എന്ന് പറയാൻ ഞങ്ങൾ മടിക്കാറില്ല. പിന്നെ ഹാർട്ട്, ക്യാൻസർ, പഴകിപ്പോയിട്ടുള്ള അസുഖങ്ങളുള്ളവരെ മാത്രമേ ഞങ്ങൾ തിരിച്ചു വരാൻ പറയാറുള്ളൂ. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരാരോഗ്യ ചിന്തയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ മസിൽ വലുതാവണോ? നിങ്ങൾ ജിംനേഷ്യത്തിൽ പോവും.
ഒരു മരുന്നുമല്ല കഴിക്കുക. മരുന്ന് കൊണ്ട് തടി വീർപ്പിച്ചിട്ടുള്ളവരുണ്ട്, ഗതികേടായിട്ട് ചത്തിട്ടുണ്ട്. മരുന്ന് കൊണ്ട് ശരീരം മെലിയിക്കാൻ നോക്കിയിട്ടുള്ളവരുണ്ട്. PPA കണ്ടന്റ് എല്ലാം ഓസ്ട്രേലിയ നിരോധിച്ചു, ഗതികേടിലായിട്ടുണ്ട്. ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും മരുന്ന് ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമല്ല. അത് ചികിത്സ എന്ന അനാചാരം, മരുന്നെന്ന അന്ധവിശ്വാസം എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ കൂടുതൽ പറഞ്ഞോളാം പ്ലീസ്. ഷുഗറിൻ്റെ ഇന്ന് രാവിലെ തുടങ്ങി ഞങ്ങൾ ആ വിഷയമായിരുന്നു, നാളെ ആ വിഷയം കൂടുതലായിട്ട് പറയാം. ഷുഗറിൻ്റെ കാരണം ശരീരത്തിലെ വിഷാംശം. ഇപ്പോൾ ഷുഗർ ഉണ്ടാകുന്നത് പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ. ആ ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടോ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയതുകൊണ്ടോ പാൻക്രിയാസ് ചത്തുപോകുന്നത് കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ പാൻക്രിയാസിലേക്ക് ഇൻസുലിൻ ആകാൻ വേണ്ടി ചെല്ലുന്നത് ആരാണ്? പാൻക്രിയാസിലേക്ക് രക്തം കടന്നു ചെല്ലുന്നു, ലിംഫ് ഫ്ലൂയിഡ്സും കടന്നു ചെല്ലുന്നുണ്ടാവാം. അപ്പോൾ ഈ രക്തമാണ് വാസ്തവത്തിൽ ഇൻസുലിനായിട്ട് വേഷം മാറി വരുന്നത്. നല്ല രക്തം കയറി ചെന്നാൽ നല്ല ഇൻസുലിൻ ഉണ്ടാകും. നല്ല രക്തമല്ലെങ്കിൽ ചീത്ത ഇൻസുലിൻ ഉണ്ടാകും, പ്രമേഹത്തിലേക്ക് നിങ്ങൾ വീഴും. അപ്പം രക്തം നന്നാവണം. രക്തം നന്നാകുന്നത് എങ്ങനെയാണ്? രക്തം ഉണ്ടാകുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്, ശ്വസിക്കുന്ന വായുവിൽ നിന്നാണ്. അപ്പം ഇത് മൂന്നും കറക്റ്റാക്കിയാൽ നിങ്ങൾക്ക് നല്ല രക്തം ഉണ്ടാവും. നല്ല വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾ പോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള 120 കോടി അണുക്കൾ, രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, വായയിലും അന്നനാളത്തിലൊക്കെയുള്ള ബാക്ടീരിയകൾ, ആമാശയത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള മൈക്രോബുകൾ, വൻകുടലിൽ തന്നെ 400 തരത്തിലുള്ള ബാക്ടീരിയകളാണ് ദഹനത്തെ സഹായിക്കാനുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ബീജങ്ങളും അണ്ഡങ്ങളും ഇതെല്ലാം ബാക്ടീരിയകളാണ്, അണുക്കളാണ്. അപ്പോൾ ഈ അണുക്കളെല്ലാം സ്വസ്ഥമായി സുഖമായി ആഹ്ലാദമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹവുമില്ല, നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥതയില്ല, മാനസിക രോഗങ്ങളുമില്ല. നിങ്ങളുടെ ഉള്ളിൽ രക്തത്തിൻ്റെ ചൂട് കൂടിയിട്ട് ചുവന്ന രക്താണുക്കൾ ആകെക്കൂടെ പ്രയാസപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ജീവികൾ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അകാരണമായിട്ട് മനസ്സിന് അസ്വസ്ഥത, ദേഷ്യം, ആകെക്കൂടെ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ പ്രമേഹം മാത്രമല്ല, എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ശരീരത്തിൽ അഴുക്ക് കെട്ടിപ്പോകുന്നു. അഴുക്ക് കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കോശങ്ങൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കോശങ്ങൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കോശങ്ങളുടെ സമൂഹമായ ഹൃദയത്തിനും കോശങ്ങളുടെ സമൂഹമായ പാൻക്രിയാസിനും ഒന്നും ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ വിഷയം. അതിൽ അഴുക്ക് കയറി കിടക്കുന്നത് ശ്വാസകോശത്തിലാണെങ്കിൽ ആസ്തമയെന്ന് പേര് വിളിക്കാം, അഴുക്ക് വൃക്കയിലാണെങ്കിൽ നെഫ്രോപ്പതി, വൃക്ക തകരാറെന്ന് വിളിക്കാം, സന്ധികളിൽ അഴുക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ നീർക്കെട്ടും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ആർത്രൈറ്റിസ് എന്ന് വിളിക്കാം, കണ്ണിൽ കയറി കണ്ണ് കാണാണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഗ്ലോക്കോമയെന്നോ കാട്രാക്റ്റ് എന്നോ ഷോർട്ട് സൈറ്റ് എന്നോ ലോങ് സൈറ്റ് എന്നോ ഒക്കെ വിളിക്കാം, പെടലിക്ക് വന്നിട്ട് അനക്കാൻ വയ്യാതിരിക്കുകയാണെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് എന്നോ ഓരോരോ പേരുകൾ കൊടുക്കാം. ഏത് പേര് പറഞ്ഞാലും അടിസ്ഥാനം അതിൻ്റെ കാരണം ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ രോഗം ഒന്നേ ഉള്ളൂ, അനാരോഗ്യം. രോഗം ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഏതെല്ലാം തരത്തിൽ കാണപ്പെട്ടാലും കാരണം ഒന്നായതുകൊണ്ട് ചികിത്സയും ഒന്ന് തന്നെ മതി. അതാണ് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്നുകൂടെ ചോദിക്കാം. ബ്ലഡ് പ്രഷർ അല്ല, വാസ്തവത്തിൽ ഫുഡ് പ്രഷറാണ്. പട്ടിണി കിടക്കുന്നവർക്ക് ഉണ്ടാകാത്തൊരു രോഗമാണിത്. നമ്മുടെ ഭക്ഷണം, ഈ ദഹനമാണല്ലോ ഭക്ഷണം കഴിച്ചാൽ നടക്കുന്നത്. ദഹിക്കുക എന്ന് പറഞ്ഞാൽ കത്തിത്തീരുക എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ഇത് കത്തിക്കലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹനരസങ്ങൾ, അഗ്നികൾ, ജഠരാഗ്നി, ആഗ്നേയ ഗ്രന്ഥികൾ വരെ നമുക്കുണ്ട്. അപ്പോൾ ആ വീര്യമുള്ള ദ്രാവകങ്ങൾ, പെട്രോൾ അഗ്നിയാണ്, മണ്ണെണ്ണ അഗ്നിമയം കുറഞ്ഞ ഒരു ദ്രാവകമാണ്. അപ്പോൾ അതുപോലുള്ളൊരു അഗ്നി ദ്രാവകമാണ് ദഹനത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്തോറും കൂടുതൽ അഗ്നിയുടെ വിളയാട്ടം നടക്കണം. അഗ്നി കൂടുതൽ വന്ന് തീ കൂടുതൽ കത്തുന്തോറും കൂടുതൽ ചൂടുണ്ടാകും, കരിയുണ്ടാകും. അപ്പോൾ ഈ കൊച്ചു ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടുതലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കൊണ്ട് ഈ ശരീരം പൊട്ടുന്നൊരവസ്ഥയുണ്ടാകും. ഒരു കാലത്തും മലയാളി ഇന്നത്തെ പോലെ മുടിഞ്ഞ തീറ്റ തിന്നിട്ടില്ല. കാലത്ത് എഴുന്നേറ്റ് പൊറോട്ടയും ഇറച്ചിയും, ഉച്ചയ്ക്ക് കോഴി ബിരിയാണിയും, വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിനിടക്ക് കഴിക്കുന്നത് കിട്ടണമൊക്കെ വേറെയും കഴിക്കും. ഒരു നേരത്തെ ചോറിന് വേണ്ടി കൊതിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഞാനും നിങ്ങളുമൊക്കെയുള്ള നല്ലൊരു ശതമാനവും. ഒരു നേരത്തെ ചോറ്. എൻ്റെ ചെറുപ്പത്തിൽ പോലും
ഒരു കല്യാണം വരാൻ എന്തൊരു കൊതിയാണ്. അന്നാണ് വയറ് നിറച്ച് പലകറി കൂട്ടിയൊരു ചോറുള്ളത്. ഓണം വരാൻ, വിഷു വരാനൊക്കെ കൊതിച്ച കൊതി. ഇന്നത്തെ പിള്ളേർക്ക് എന്തോന്നു കൊതി. അവർക്ക് ഓരോ ദിവസവും വീട്ടിൽ 3-4 കോഴിയെ നിർത്തിപ്പൊരിച്ച് മോർച്ചറിയിൽ കയറ്റി വെച്ചേക്കുകയാണ് ഫോസിലായിട്ട്. അവനെങ്ങനെ ഇറക്കും, ചൂടാക്കും, തിന്നും, ബാക്കി ശവം അകത്തേക്ക് മോർച്ചറിയിൽ കയറ്റി വെക്കും. അപ്പം ഈ ഭക്ഷണ സാധനങ്ങളൊന്നും ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല. ഈ ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിന് വേണ്ടതല്ല. നിങ്ങളുടെ പെട്രോൾ ഒഴിച്ച് ഓടേണ്ട കാറിൽ നിങ്ങൾ ഡീസൽ കയറ്റി ഒഴിച്ചാൽ കാറിന് കൊളസ്ട്രോൾ കൂടും, പ്രഷറുണ്ടാകും, പ്രമേഹവും പിടിക്കും. ആ പിടുത്തം തന്നെയാണ് ശരീരത്തിന് ഇന്ന് പറ്റിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ചോറല്ല, ചവറാണ്. അപ്പൂപ്പൻ നിങ്ങൾക്ക് അമ്മൂമ്മ ചോറ് വിളമ്പി തന്നപ്പോൾ അത് ചോറായിരുന്നു. ആ ചോറ് തന്നെയാണ് എന്ന് കരുതി നിങ്ങൾ വാരിയെടുക്കുന്നത് ചവറാണ്. കാരണം നമ്മളിന്ന് വാരിയെടുക്കുന്ന ചോറ് നമ്മുടെ കാർഷിക സർവകലാശാലയിലെ കോൺട്രാക്ട് ശാസ്ത്രജ്ഞന്മാർ നെൽവിത്തുകളുമായി അവിഹിത വീഴ്ച പുലർത്തിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ജാരവിത്തുകളാണ്. അത്യുൽപാദന സങ്കര ഇനം. ഈ സങ്കര ഇനം വരുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ, അത്യുൽപാദന സങ്കര ഇനം. ഇതിന് പോഷക ഗുണമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കഴിക്കുന്ന ചോറ് അപ്പൂപ്പന് ആരോഗ്യം കൊടുത്ത പോലെ ആരോഗ്യം തരുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ തെറ്റി. ഇത് ചവറാണ്. അപ്പം ഈ കഴിക്കുന്ന പല സാധനങ്ങളും ശരീരത്തിന് താങ്ങാവുന്നതല്ല. പിന്നെ പ്രേതഭക്ഷണമാണ് കഴിക്കുന്നത്. ചത്തുപോയത് കഴിച്ചാൽ പിന്നെ ഉണ്ട്. ചത്ത ശവമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മലയാളിയുടെ ആഹാരം. ഒരു ഹോട്ടലിൽ കോഴിക്കറി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു ഈച്ച ചത്ത് കിടക്കുന്നു. അടിക്കാൻ പോയി. അയാൾ ബഹളം വെക്കുമ്പോൾ അവൻ പറയാണ്, ഇത് കൊള്ളാലോ, ഇത്രയും വലിയ കോഴി ചത്ത് കിടക്കുന്ന കറിയിൽ ഒരു കുഞ്ഞ് ഈച്ച ചത്ത് കിടക്കുന്നതാണ്. കൊള്ളാലോ. നമ്മൾ ഈ ശവം മുഴുവൻ തിന്നാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇറച്ചി മീനുമൊക്കെ തിന്നാൻ നല്ല ലൈസൻസ്, പക്ക വാലിഡ് ലൈസൻസ് ഉള്ള നല്ല നസ്രാണി കുടുംബത്തിൽ നിന്നാണ് ഞാൻ. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ഇറച്ചി വെക്കും. ഞായറാഴ്ച വരാൻ ഞങ്ങൾക്ക് എന്ത് കൊതിയാണെന്നറിയാവോ? കാരണം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കാണണം, ഇറച്ചി മേടിച്ച് തിന്നണമെന്ന് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കൊരു നിയമമുള്ളതാണ്. ഞങ്ങളത് മുറ തെറ്റാതെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ളവരാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന അപ്പച്ചൻ, ഞങ്ങൾ വീട്ടിൽ 7 പേരുണ്ട്. 7 പേർക്കും കൂടെ 1/2 കിലോ ഇറച്ചി മേടിച്ചുകൊണ്ടാണ് വരുന്നത്. 7 പേർക്കും കൂടെ ആ 1/2 കിലോ ഇറച്ചി കൊണ്ടുവന്നിട്ട് ഒരു വലിയ കലത്തിൽ 1 കുടം വെള്ളം ഒഴിച്ചാണ് ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത്. ഉള്ള കാച്ചിൽ, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വെട്ടിക്കൂട്ടി അരിഞ്ഞ് അതങ്ങിട്ടാണ് കറി. ഈ മസാലയുടെ മണം വരുമ്പോൾ കൊതി കൂടിയിട്ട് ഞങ്ങൾ പിള്ളേർ ഞായറാഴ്ചകളിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പിന്നെ സ്കൂൾ ഉണ്ടാവില്ല എന്നുള്ള സന്തോഷവും ഇറച്ചിക്കറി തിന്നാന്നുള്ള സന്തോഷവും. ഇറച്ചിക്കറി കറി കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, വിളമ്പുന്ന പാത്രത്തിൽ ഇറച്ചിയുടെ കഷണം കാണണമെങ്കിൽ നേവിയിൽ നിന്ന് ഹെലികോപ്റ്റർ വരുത്തി അതിൽ നിന്ന് ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് പാത്രത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ നിർത്തി ആളെ ഇറക്കി മുങ്ങിത്തപ്പണ്ടി വരും. രാത്രിക്ക് ഇറച്ചിക്കറി ബാക്കിയുണ്ടാവും. പിറ്റേ ദിവസം അപ്പച്ചന് നേവൽ ബേസിൽ ജോലിക്ക് പോകാനായിട്ട് ഇറച്ചിക്കറി പിന്നെയും ബാക്കിയുണ്ടാവും. അമ്മ പാഞ്ചാലിയായിരുന്നു. ഇതാണ് നമ്മുടെ ചെറുപ്പത്തിലെ ഇറച്ചി തീറ്റ. ഇന്ന് നമ്മുടെ വീട്ടിലെ ബ്രോയിലർ ചിക്കൻ ഉണ്ടല്ലോ, ആ ബ്രോയിലർ ചിക്കൻ ഒറ്റ ഇരിപ്പിന് 1.5 കിലോ ബ്രോയിലർ ചിക്കൻ തിന്നും. അവൻ പൊട്ടാതെ എന്താ ചെയ്യുക? ആദ്യം അവൻ്റെ അടിമുട്ടും, അവൻ്റെ വയറ്റിൽ നിന്ന് പോവില്ല. പിന്നെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിലും വയറ്റിലോട്ട് പോക്ക് നിർത്താൻ പറ്റുമോ? വയറ്റിൽ നിന്ന് പോയില്ല എങ്കിലും വയറ്റിലേക്ക് പോക്ക് നടക്കണമെന്ന് അതീവ നിഷ്ഠയുള്ള ഒരൊറ്റ ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. അവൻ വയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും, വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ അടിമുട്ടി വശം മുട്ടി പ്രഷർ കൂടി പിന്നെ ഒരൊറ്റ പൊട്ടാണ്. അതിനെ സ്ട്രോക്ക്, ഹെമറേജ്, ഹാർട്ട് അറ്റാക്ക്. എന്തോന്ന് ഹാർട്ട് അറ്റാക്ക്? ഹാർട്ടിനെ ഇവൻ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ്. പാവം ഹാർട്ട്. പണ്ടത്തെ മനുഷ്യൻ്റെ ഏറ്റവും ഒടുവിൽ നിലച്ചിരുന്ന അവയവമായിരുന്നു ഹൃദയം. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആദ്യം പൊട്ടണ അവയവമാണ്. ഈ ഹൃദയത്തെ 1 മിനിറ്റിൽ 72 പ്രാവശ്യം, 1 മണിക്കൂറിൽ 4360 പ്രാവശ്യം, ഒരു ദിവസം 1,03,680 പ്രാവശ്യം ഈ കൊച്ചെല്ലിൻ കൂട്ടി കിടന്ന് ഇടിക്കുന്ന ഹൃദയം 50,000-ലധികം കപ്പ് രക്തം തള്ളി അയക്കുകയാണ്. ഈ ഹൃദയം മിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ മിടിക്കാൻ സാധിക്കില്ല. ഹൃദയം പിടിക്കുന്ന പോലെ 1 മിനിറ്റിൽ 72 പ്രാവശ്യം 5 മിനിറ്റ് കൈയൊന്നും പിടിക്കാൻ സാധിക്കുമോ? ഒന്ന് തുറന്നടക്കാൻ പറ്റുമോ? അപ്പോൾ വിവരം അറിയും. ഈ കൈയേക്കാൾ ബലിഷ്ഠമായ മനുഷ്യ ശരീരത്തിലെ ഉഗ്രമായൊരു അവയവമാണ് ഹൃദയം. ഈ ഹൃദയത്തെ 120 കൊല്ലം ഒരു വിശ്രമവുമില്ലാതെ ഉറങ്ങാതെ ഉണ്ണാതെ പ്രവർത്തിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ 48-ാമത്തെ വയസ്സിൽ പൊട്ടിച്ചെടുക്കണമെങ്കിൽ നിസ്സാര പാടുപെട്ടാൽ മതിയോ? കഠിനാധ്വാനം ചെയ്യണം.
ഇതുകൊണ്ടാണ് ആദ്യം ആരോഗ്യം സ്വാഭാവികമാണ്, രോഗങ്ങൾ കൃത്രിമമാണ്, അസ്വാഭാവികമാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രഷർ കൂടുന്നത് 2-3 കാര്യങ്ങളിലാണ്. ഈ ഡേവിഡ്സൺ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ കോശങ്ങളിൽ ഒരു കോശം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന ഒരു കോശത്തിൽ നിന്ന് 23 തരത്തിലുള്ള സ്രവങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് മിറ്റോകോൺട്രിയാണെന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഇതൊക്കെ വൈദ്യശാസ്ത്രം ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചതും ഈ ഡേവിഡ്സൺ എല്ലാം 20ാമത്തെ എഡിഷനിൽ കയറിയിട്ടുള്ളതാണ്. 19ാമത്തെ എഡിഷൻ വരെ പഠിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന സ്രവം, ആ സ്രവമാണ് ഈ പ്രഷർ നിയന്ത്രിക്കുന്നതും ദഹനം ശരിയാക്കുന്നതും. നമ്മൾ കഴിക്കുന്ന NSAIDs, ആൻറ്റിപൈററ്റിക് അനാൽജസിക് മരുന്നുകൾ, പനി മരുന്നുകളും വേദനാസംഹാരികളും മിറ്റോകോൺട്രിയാനിൽ നിന്നുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കും. ഒന്നില്ലെങ്കിൽ അത് കൂട്ടും, അല്ലെങ്കിൽ കുറയ്ക്കും. അത് കൂടുന്നതോ കുറയുകയോ ചെയ്യുന്നതോടെ ആ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർന്ന് പ്രഷർ കൂടുകയോ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യും. ഇപ്പോൾ ബ്ലഡ് പ്രഷർ അല്ല വാസ്തവത്തിൽ നമ്മുടെ തെറ്റായ ജീവിത രീതിയുടെ, ഭക്ഷണ രീതിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫുഡ് പ്രഷറാണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമേ ശരിയായിട്ടുണ്ടായിട്ടുള്ളൂ. കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഴങ്കഞ്ഞിയും കഴിച്ച് പണിക്കിറങ്ങും. ഉച്ചയ്ക്ക് കയറി ഒരു ചോറും വെട്ടിക്കൂട്ടിയ പുഴുക്കും. രാത്രി വന്നാൽ കഞ്ഞിയും ഒരു ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു ഉണക്കമുളകും. ഈ ഭക്ഷണം കഴിച്ച നമ്മുടെ അപ്പൂപ്പന്മാർ എത്രയോ കാലം ആരോഗ്യമായിട്ടിരുന്നു. ഇന്ന് നമ്മളൊക്കെ തട്ടിപ്പുകളാണ്, ശുദ്ധ കള്ളന്മാർ. ഒരു പണി കുനിഞ്ഞ് കാലയെ തൊടുന്നവർ എത്ര പേരുണ്ട് ഇതിൽ പറ? ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, കുനിഞ്ഞ് സ്വന്തം കാലയെ തൊടുന്നവർ. പണ്ട് ഗുരുവിൻ്റെ കാലെ തൊടാൻ കുനിയണം, കാലത്തെഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയുടെ കാലിൽ അത് അങ്ങനെ നടു വളഞ്ഞ് മുട്ടുകുനിയാണ്ട് തൊടണം. ഇന്നിവിടെ കുളിമുറിയിൽ സ്റ്റൂള്, പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂള്. ഞാൻ ചോദിച്ചു എന്തിനാടോ കുളിമുറിയിൽ സ്റ്റൂള്? അതെ, കാല് കയറ്റി വെച്ച് സോപ്പിടാനാണ്, കുനിയണ്ടല്ലോ. ഇങ്ങനെ ജീവിച്ചാൽ തട്ടിപ്പോവും. നിങ്ങൾ ഈ ശരീരത്തെ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയിട്, ശരീരം പിടിച്ചു നിൽക്കും. അറേബ്യൻ മണലാരണ്യത്തെ കൊണ്ടുപോയിട്, ശരീരം പിടിച്ചു നിർത്തും. അത് പ്രവർത്തിക്കും. പക്ഷെ വെറുതെ ഇട്ടാൽ തുരുമ്പെടുക്കുന്ന, തകർന്നു പോകുന്ന സാധനമാണ് ഈ ശരീരം. അതുകൊണ്ടാണ് സമ്പന്നൻ രോഗസമ്പന്നനാകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ പറമ്പിൽ കടത്തിണ്ണകളിൽ കാനയിൽ വന്ന് താമസിക്കുന്ന തമിഴനും തമിഴൻ്റെ കുട്ടിക്കും ജലദോഷവും ഇല്ല, സൈനസൈറ്റിസും ഇല്ല, ആസ്തമയും ഇല്ല, കരപ്പനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ചോക്ലേറ്റ് പൊതിയണത് പോലെ തലക്കും കെട്ടി കാലിനും കെട്ടി മുറിയിൽ തന്നെ സൂക്ഷിക്കുന്ന പൊമറേനിയൻ കുട്ടികൾക്ക് അലർജിയും ജലദോഷവും ആസ്തമയും മാറിയിട്ട് നേരവും ഇല്ല. നമ്മുടെ കുട്ടിയെ കണ്ടാൽ ഇപ്പം നമ്മുടെ കുട്ടിയാണെന്ന് തോന്നൂല്ല, കുരങ്ങൻ്റെ കുട്ടിയാണെന്നേ തോന്നുള്ളൂ. അവനെ മങ്കി ക്യാപ്പ് ഇടിച്ചാൽ നടത്തണത്. അവന് കാറ്റ് കൊള്ളരുത്, വെയിൽ കൊള്ളരുത്, മഞ്ഞ് കൊള്ളരുത്, എന്നിട്ട് രക്ഷപ്പെടണുണ്ടോ? എന്താ രക്ഷപ്പെടാത്തെ? അവന് കൊടുക്കണത് ഹാർലിക്സ്, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ബീജം എന്ന് പറയുന്ന ലോകത്തെ പാഷാണ കമ്പനി, ഈ പോളിയോ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഭീകര കമ്പനിയാണ്. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ അവൻ കൊടുക്കുന്ന പോളിയോ മരുന്നിൽ മെർക്കുറി ചേർക്കുന്നില്ല, ചേർക്കാൻ പാടില്ല എന്നാണ്. ഇന്ത്യയിൽ ഇറക്കുന്നതിൽ മെർക്കുറിയുടെ കളിയാണ്. പോളിയോ മരുന്ന് നിങ്ങളെടുത്തിട്ട് ഒരു 3 ദിവസം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ചോളൂ, അത് ചുവന്ന നിറത്തിലേക്ക് വരും, മെർക്കുറിയുടെ കളറിലേക്ക് വരും. അതെങ്ങാനും കുട്ടിയുടെ ഉള്ളിൽ ചെന്നാൽ തീർന്നത് തന്നെയാണ്. അപ്പോൾ ഫ്രിഡ്ജാണോ ശരീരം? ഫ്രിഡ്ജിലിരിക്കുന്നത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ മരുന്ന് വളരെ ആപത്താവും, കൊടുക്കരുതെന്ന് പ്രത്യേകം ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം അതേപോലെ സൂക്ഷിച്ചാൽ കുഴപ്പമില്ലാത്തത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മനുഷ്യ ശരീരം ഫ്രിഡ്ജ് പോലെ ഇരിക്കുകയാണോ കുഴപ്പമുണ്ടാകാതിരിക്കാൻ? ആ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ബീജം GSK എന്ന് പറയുന്ന കമ്പനിയാണ് ഹാർലിക്സ് ഇറക്കുന്നത്. എന്തിനാണ്? ഇത് കുറച്ച് നാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വയറ്റിൽ നിന്ന് പോകില്ല. അവന് സാവധാനം പ്രഷർ പോലുള്ള നിരവധി രോഗം ഉണ്ടാകുമ്പോഴേ ഇവൻ്റെ മരുന്ന് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രഷർ എന്നൊരു രോഗം പനിമരുന്നുകൾ, ജലദോഷ മരുന്നുകൾ, വേദനാ സംഹാരികൾ ഉണ്ടാക്കുന്നു എന്ന് മെഡിക്കൽ ടെക്സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഈ പുസ്തകങ്ങൾ മുഴുവനും, ഈ ഇരിക്കുന്ന പുസ്തകം ഏതാണ്ട് ഒരു 1,00,000 രൂപ അടുത്ത് വരുന്ന പുസ്തകങ്ങളാണ് ഇരിക്കുന്നത്. ഇതിലൊരു ഭീകരനെ ഞാൻ കാണിച്ചു തരാം. മാർട്ടിൻഡേൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്. ഇതൊക്കെ എടുത്ത് കാണിച്ചാണ് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഡോക്ടർമാർ കമാന്നൊരക്ഷരം മിണ്ടാത്തത്.
പാരാസെറ്റമോൾ കമ്പനിക്കാർ ഇത്രയും ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് ഇന്ന് വരെ പാരാസെറ്റമോൾ കരൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടണില്ലല്ലോ. ലോകത്ത് മരുന്നിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു പുസ്തകമാണ്. വില എത്രയാണെന്നറിയാവോ? 22,000 രൂപ. വില 10,000-ൻ്റെയും 15,000-ൻ്റെയൊക്കെയാണ് ഇരിക്കുന്ന പലതും. ഇനി പ്രഷർ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ദിവസേന 5 നേരം പച്ചവെള്ളം കൊണ്ട് തല 5 മിനിറ്റ് വീതം തലയങ്ങ് നനച്ച് കഴുകിയേ പ്രഷർ അവിടെ പോയി ഞാൻ കാണിച്ചു തരാം. ഈ മുടിഞ്ഞ തീറ്റ നിർത്തണം. ശരീരത്തിന് താങ്ങാനാവാത്ത തീറ്റ തിന്നരുത്. ഒരു നേരം വയറ് നിറച്ച് കഴിച്ചോളൂ. അത് അറിഞ്ഞു വേണമെങ്കിൽ കഴിച്ചോ. അത് രാത്രിയാവരുത്. ഒരു നേരം അറിഞ്ഞു കഴിച്ചോളൂ. 2 നേരം അരവയറ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മലയാളിയുടെ ബ്രേക്കില്ല ഫാസ്റ്റ് ഉണ്ടല്ലോ, അത് നിർത്തണം ആദ്യം. നമ്മുടെ കാരണന്മാരിന്ന് ഇങ്ങനെ ഇത് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചതാ. നമ്മളൊരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മോന്ത് കഴിക്കുമെന്നുള്ളതല്ലാണ്ട് അതെന്താ തീറ്റ? പ്രഷർ ഉണ്ടാകുന്ന തീറ്റ ഏതായാലും ഞാൻ ചോദിച്ചാൽ എനിക്ക് പറയാം. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെട്ടനെ ഒരു ഗ്ലാസ് കട്ടൻ കിട്ടാണ്ട് അത് ഞാൻ പായെന്ന് പൊങ്ങൂല. അത് ഭക്ഷണമല്ലേ? അത് വല്ലതും ഭക്ഷണമോ? 2 സ്പൂൺ പഞ്ചസാര കിടക്കണം അതിൽ, അത് ഭക്ഷണമല്ല എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 7:30 മണിയാകുമ്പോൾ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയാൽ ജോലിക്ക് പോകണ്ടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ വിഭവസമ്മതമായി ഒരുക്കി വയ്ക്കും. 4 കണപ്പൂട്ട്, അതിന് താക്കോല് കടല, പിന്നെ 3-4 ഏത്തപ്പഴം പുഴുങ്ങിയത്. ജോലിക്ക് പോകാനായിട്ട് അങ്ങേർക്ക് ഓഫീസിൽ പോയിരുന്നിട്ട് പണിയെടുക്കേണ്ടതല്ലേ, ആരോഗ്യം വേണ്ടേ? ഓഫീസിൻ്റെ ഉള്ളിൽ പാറ പൊട്ടിക്കുകയല്ലേ. 4 പഴം പുഴുങ്ങിയത്, 1 മുട്ട, പിന്നെ ബുൾസൈ ഓംലെറ്റ് പോരാ. ഓംലെറ്റ് ആകുമ്പോൾ ഒരെണ്ണം കൊണ്ടൊക്കെ പറ്റും. ബുൾസൈ എന്ന് പറയുമ്പോൾ 2 നമുക്ക് കാളക്കണ്ണ് പോലെ കാണാമല്ലോ. ബുൾസൈ. ഇനി അതും പോരാഞ്ഞിട്ട് ഇതൊക്കെ കൂടി അകത്താക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാണ്ട് വായ നന്നാക്കണ്ടേ? എന്നൊരാൾ പറഞ്ഞാൽ വായ നന്നാക്കണ്ടേ എന്ന്. എന്നാൽ പിന്നെ വായ മോശമാക്കിയത് എന്തിനാ? മധുരം അത് കഴിഞ്ഞ് 1 ഗ്ലാസ് പാല്. ആരോഗ്യം വേണ്ടേ? ഇതാണ് അവൻ്റെ ബ്രേക്കില്ല ഫാസ്റ്റ്. അതും കഴിച്ചുകൊണ്ട് മാങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗോവിന്ദൻ കാണാൻ നിൽക്കുകയാണ്. ഇവൻ ഈ നേരത്ത് വരും, ഒരു 10 രൂപ കടം ചോദിക്കാനാണ് അവൻ നിൽക്കണത്. അതേ ശങ്കരാ, എന്നെ കണ്ടൊരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. മാന്യന്മാർക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറാമെന്ന് പറയും. അവിടെ ഇരുന്ന് ഓസിന് സംസാരിക്കാൻ പറ്റുമോ? 2 ചായ, ലൈറ്റോ മീഡിയോ തരമനുസരിച്ച് പറയും. ചായക്കടക്കാരൻ ചായ എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, സാറന്മാരെ ചൂട് പഴംപൊരിയുണ്ട്, എടുക്കട്ടോ? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പഴംപൊരിക്ക് ഒരു മനപ്രയാസം വരില്ലേ? പോന്നോട്ടെ എന്ന് പറയും. മറ്റവനാണെങ്കിൽ നമ്മളൊന്ന് സൽക്കരിച്ചാൽ ഒരു 100 രൂപ. അവിടെ ഇരുന്ന അത് ഒരു ഭക്ഷണമായിട്ട് നമ്മൾ കൂട്ടിയിട്ടില്ല, സുഹൃത്തിൻ്റെ ഒരു സന്തോഷം മാത്രം. അവിടെ നിന്ന് നമ്മൾ 10:30 മണിക്ക് ഓഫീസിലെത്തുന്നു. 11 മണി എന്ന് പറഞ്ഞാൽ ഓഫീസിലൊരു ചായയും 2 വടയും എഴുന്നള്ളുന്നൊരു നേരമാണ്. അത് ഓഫീസ് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. ഭക്ഷണമൊന്നുമായിട്ട് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്, അത് ശാപ്പിടും. 1 മണി എന്ന് പറഞ്ഞൊരു മണിയുണ്ടെങ്കിൽ ഓഫീസിൽ ഉച്ചഭക്ഷണത്തിൻ്റെ നേരമാണ്. വീട്ടിൽ നിന്ന് ആഹാര ശവങ്ങൾ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം ശവമാണ്. സെൽ ലൈഫ് കഴിഞ്ഞു, അതിൻ്റെ സെല്ലുകൾ ചത്തു. പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് കഴിക്കുന്നവർ രോഗങ്ങൾ വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കും. ഈ 3 മണിക്കൂർ കഴിഞ്ഞ ശവമൊക്കെ എടുത്ത് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ വലിച്ച പണം ഞങ്ങൾക്ക് കിട്ടും. മൂക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ ശീലിച്ചതുകൊണ്ട്. ആ ശവം മുഴുവൻ അകത്താക്കും. അപ്പോഴേ തുടങ്ങും വാസുവിൻ്റെ അസുഖം, ഗ്യാസിൻ്റെ അസുഖം. വയറൊക്കെ തടയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൊതി വരുന്നു ഓഫീസിൽ. ഈ ഉച്ച കഴിഞ്ഞാൽ ഓഫീസിൽ മുഴുവൻ പൊതുയോഗങ്ങളുമാണ്. ഇതെന്താണ് ഈ പൊതി? അത് ഇന്നലെ ജനാർദ്ദനൻ കണ്ടക്ടർക്ക് നമ്മൾ അവിഹിതമായി ചെയ്തു കൊടുത്തതിന് കിട്ടിയ കവറ് കൂടാതെ ഒരു സന്തോഷത്തിന് ഇന്ന് കിട്ടിയിട്ടുള്ളതാണ്. കവർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പപ്സ്, 3 ആഴ്ച ബേക്കറിയിൽ ഫോസിലായിട്ടിരുന്ന സാധനം പപ്സ്, പിന്നെ ലഡു, മെറ്റാനിൻ യെല്ലോ എന്ന മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന നിറം ചേർന്ന മഞ്ഞ നിറം ചേർന്ന ബേക്കറിയിലിരിക്കുന്ന മഞ്ഞ സാധനങ്ങൾ മുഴുവൻ മെറ്റാനിൻ യെല്ലോയാണ്. ആ മെറ്റാനിൻ യെല്ലോ ചേർന്ന ലഡു, പിന്നെ ചവിട്ടി മുക്കുന്ന ചുവന്ന കളറ് ചേർന്ന ജിലേബി. ഹാ സുന്ദരം, എന്താ രുചി! എത്രയാ പഞ്ചസാര അതിനുള്ളിലുള്ളതെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പഞ്ചസാരയും മൈദ മദാമ്യം 2 കൂടെ കല്യാണം കഴിച്ചതാണ് ബേക്കറി സാധനം. നന്നാവില്ലേ?
അത് പിന്നെ എന്താണ്, കുറച്ച് ചിപ്സ്, കശുവണ്ടിപ്പരിപ്പ് 4 എണ്ണം. സന്തോഷമായിട്ട് ഇതൊക്കെ ശാപ്പിട്ടു. ഊണ് കഴിഞ്ഞിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ വരുന്ന ഓരോ ഗ്ലാസ് പായസം. എന്താ കാര്യം? നമ്മുടെ ലീലാമ്മ മാഡത്തിന് പ്രമോഷൻ. ചിലവ് ചെയ്യണം, ചിലവ്. പായസം 1-ാം തരം. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞല്ല ദാ വരുന്നു ബിസ്ക്കറ്റ്. എന്താണ് ബിസ്ക്കറ്റ്? അത് നമ്മുടെ സാറാമ്മ മാഡത്തിൻ്റെ മോന് റാങ്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അത് വൈകിട്ട് കാണാം. വൈകിട്ട് പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കാര്യം ചർച്ച ചെയ്യാൻ വന്നു. അവൻ കുറച്ച് കപ്പലിൻ്റെയും കൊണ്ടുവന്നു. അത് മേടിച്ച് കുറച്ചൊക്കെ തിന്നു. അതൊക്കെ ഒരു ഭക്ഷണമായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ടോ? 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓഫീസിലും ഒരു ഗ്ലാസ് ചായയും 2 പരിപ്പ് വടയും. അതും ഒരു ആഹാര സാധനമൊന്നുമല്ല, ഓഫീസ് നടപടി. 5 മണിക്ക് ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിൻ്റെ യോഗ നടപടിയുടെ ഭാഗമാണ് ഒരു ചായയും 2 ബിസ്ക്കറ്റും. അതും ശാപ്പിടും. അത് കഴിഞ്ഞ് 6 മണിക്കൊക്കെ വീട്ടിൽ കയറി ചെല്ലാൻ കൊള്ളാമോ? കുടുംബത്തിൽ പിറന്ന ആമ്പറന്നവന്മാർക്ക് ഭാര്യ വാവളിച്ചു പോകും. ഇന്നെന്താ മനുഷ്യ നിങ്ങൾ നേരത്തെ വന്നേക്കണമെന്ന് ചോദിക്കും. ആകെ പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് വീട്ടിലെത്തുന്ന മുമ്പ് നാട്ടിൻപുറത്തൊരു കൂട്ടമൊക്കെ ഉണ്ടാകും. അതങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൂടിയിരുന്ന് ചില കളികളും ചില കേളികളും, ഇങ്ങനെ എക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് വെച്ചേക്കണം, പല നിറമുള്ളത്. അതിൽ ഒരുത്തൻ്റെ കൊച്ച് ചത്തുപോയിട്ടുണ്ടാകും. അപ്പോൾ അവനോടൊപ്പം ദുഃഖിക്കാൻ വേണ്ടി നമ്മളൊന്ന് കുടിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? വേറൊരുത്തിന് കുട്ടി ജനിച്ചിട്ടുണ്ടാകും. അപ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയും കുടിക്കണ്ടേ? നമ്മുടെ ഒരു ഗതികേട് നോക്കണേ. ഒരേ സാധനം തന്നെ സുഖിക്കാനും ദുഃഖിക്കാനും വേണ്ടി കഴിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഗ്രേഡ് അനുസരിച്ച് ചിലപ്പോൾ മസാല ദോശയായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓംലെറ്റ് ആയിരിക്കും, അതുമല്ലെങ്കിൽ അതൊക്കെ വേറെ ഉണ്ടാവും. അച്ചാറും ചിപ്സും ഒക്കെ ഇങ്ങനെ വാരി തിന്നാലേ ഇവനൊരു എൻകറേജ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. അത് മുഴുവനും കൂടിയൊക്കെ അകത്താക്കിയിട്ട് കാലത്ത് തുടങ്ങിയിട്ടുള്ള അഭിഷേകമല്ലേ. പണി, അധ്വാനം എന്ന് നമുക്കിന്ന് പറഞ്ഞാൽ 2 അധ്വാനമുള്ളൂ. ഒന്ന് തിന്നുക, പിന്നെ ബന്ധപ്പെടുക. ഈ 2 അവയവമല്ലാതെ ആധുനിക മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരവയവവും ചലിക്കുന്നില്ല. ഒരവയവത്തിനും അധ്വാനമില്ല എന്നുകൂടെ തിരിച്ചറിയണം. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വയറുകൊണ്ടൊരു രക്ഷയില്ല. ഭാര്യയുടെ വിചാരമേ അതിയാൻ കാലത്തെ ജോലിക്ക് പോയിരിക്കുകയല്ലോ. ജോലി ചെയ്ത് തളർന്ന അവശമായിട്ടല്ലേ വരണത്. കിണറ്റിൽ കിടക്കുന്ന തവള വെള്ളം കുടിക്കുകയോ ഇല്ലെന്ന് ആര് കണ്ട്? ഞാനിവിടെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നും കോരി വിളമ്പി കൊടുത്താലാണ് അതിയാൻ എന്തെങ്കിലും കഴിക്കുക. എന്നാലും വേണ്ടെന്നേ പറയുള്ളൂ. അപ്പം പിന്നെ കൊടുത്തയച്ചേക്കണത് വല്ലതും തിന്നിട്ടുണ്ടാവുമോ? അവൾക്ക് ഉറപ്പല്ലേ തിന്നിട്ടുണ്ടാവില്ല എന്ന്. ഈ ഇവിടെ നടന്നേക്കണ അഭിഷേകം വല്ലതും അവൾക്കറിയാവോ? അവള് കാലത്ത് തുടങ്ങി വഴിയെ പോണ മീൻകാരെ അവളും പൂച്ചയും കൂടെ വിളിച്ച് കരിമീൻ പാലൊഴിച്ച് വെച്ചത്, കണമ്പ് മുളകരച്ച് വെച്ചത്, പിന്നെ വറുത്തത് 3 തരം വിഭവ സമൃദ്ധമായിട്ട് പേരിനൊരു പച്ചക്കറിയും, പിന്നെ 2 ആഴ്ചയായിട്ട് മോർച്ചറിക്കകത്തിരിക്കുന്ന സാധനം എടുത്ത് ചൂടാക്കിയ ഫോസിൽ വേറെ. ഇത് നമ്മൾ കണ്ടപ്പോഴേ പ്രാണം പോയി. ഇനി എവിടെ കൊണ്ടുപോയി ചെലുത്താനാണ്? ഇതെങ്ങാനും വേണ്ടടിയേന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുടുംബകലഹം ഉറപ്പ്. അവൾ മാന്തി പറിക്കും. അപ്പം എന്താ ചെയ്യുക? ഏതായാലും അവളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഒന്ന് ഇരുന്നേക്കാന്ന് കരുതും. ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞാലോ എന്ത് കാര്യമായാലും നമുക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ മര്യാദക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ നല്ല രുചി. അവളാണെങ്കിൽ തിന്നു ചേട്ടാ ഇത് നന്നായിട്ടില്ലേ ചേട്ടാ, രുചിയില്ലേ ചേട്ടാ, ചേട്ടന് വേണ്ടി പ്രത്യേകം ഞാൻ പാലൊഴിച്ച് വെച്ചാണ് ചേട്ടാ. ഇങ്ങനെ കഴിക്കാതിരിക്കും. അവസാനം പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓർക്കും, അമ്മ പലപ്പോഴും ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട്, മോനെ ആ താഴെപ്പട്ടിണി കിടക്കരുതടാ. ഏത് അക്കാലത്ത് ഇവിടുത്തെ ഇവൻ്റെ ഗതി എന്താണെന്നുള്ള അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഗതിയല്ലേ ഇപ്പോൾ വന്നേക്കണത്. അവിടെ നിന്നൊരു കണക്കിന് മേശമച്ചാരിയൊക്കെ നമ്മൾ എണീറ്റ് കയ്യും കഴിയൊറ്റ. അപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളത് ഓർക്ക വരുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, മോനെ ഒരു ഗ്ലാസ് പാല് കുടിക്കാണ്ട് കിടക്കരുതടാ. ഇത് കഴിച്ചത് മുഴുവൻ സീൽ ചെയ്യണമെങ്കിലേ പാല് കുടിക്കണം. ഇങ്ങനെ കിടക്കുന്ന ഒരു മഹാദ്രോഹി ഉള്ളത് മുഴുവൻ തിന്ന് സ്വന്തം ശരീരത്തെയും ദ്രോഹിക്കും, ഭക്ഷണം കിട്ടാതെ ബാക്കിയുള്ള പാവങ്ങളെയും ദ്രോഹിക്കും. മഹാദ്രോഹി. ഈ ദ്രോഹി ആ ഉറക്കത്തിൽ തട്ടിപ്പോയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ട ആവശ്യമുള്ളൂ. പൊട്ടും, ബോംബ് പൊട്ടണ പോലെ പൊട്ടും. എന്തിനാ ടൈം ബോംബ്? ഇവൻ പോരെ, ഇവൻ്റെ വയറ് പോരെ. ഇത് മുഴുവൻ കൂടെ ദഹിച്ച എനർജി ഇങ്ങ് വന്നാൽ എവിടെ താങ്ങാൻ പറ്റും? കുഞ്ഞു വയറല്ലേ, വയറ്റിലാണെങ്കിൽ എല്ല് പോലും ഇല്ല. ഇതാണ് നമ്മുടെ ഗതികേട്. അമിത ഭക്ഷണം കൊണ്ട് നശിക്കുകയാണെന്ന് മനുഷ്യൻ.
അഹിതമായ ആഹാരം, അപഥ്യമായ ആഹാരം ഒന്ന് കഴിച്ചത് ദഹിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ നിനക്ക് വിധിയുണ്ടോ? ഒരു വീട്ടിൽ വിരുന്നുകാർ വന്നു. വീട്ടിലെ കഞ്ഞി തിളച്ചു കഴിഞ്ഞപ്പോഴാണ് വിരുന്നുകാർ വരുന്നത്. എന്തു ചെയ്യും? വേലക്കാരി പറഞ്ഞു, പുതിയ വേലക്കാരിയാ, കൊച്ചമ്മ പേടിക്കണ്ട കൊച്ചമ്മ, ഞാനേറ്റു. അവളെന്ത് ചെയ്തു? കൊച്ചമ്മ പോയിട്ട് അവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞു. അവള് ഈ വിരുന്നുകാർക്കുള്ള അരിയും കൂടെ കഴുകിയിട്ട് തിളച്ചു വരുന്ന വീട്ടുകാരുടെ കഞ്ഞിക്കലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് വീണ്ടും കത്തിക്കാൻ തുടങ്ങി. കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മകൻ ഒരു 3-4 വിരുന്നുകാരായിട്ട് കൂട്ടുകാരായിട്ട് വന്നു. അവനോട് എപ്പോഴും പറഞ്ഞിട്ടാണ് ഈ ഉച്ച നേരത്ത് ഇങ്ങനെ കൂട്ടുകാരായിട്ട് വരല്ലേ, അവനങ്ങനെ വരുള്ളൂ. അപ്പോഴും കൊച്ചമ്മ പറഞ്ഞു, മോളെ ദേ വരുന്നു മോനും 3 കൂട്ടുകാരും. കൊച്ചമ്മ പേടിക്കണ്ട കൊച്ചമ്മ, ഞാനില്ല ഇവിടെ. അവൾ 4 പേർക്കുള്ള ഭക്ഷണവും കൂടെ അരിയും കൂടെ കഴുകിയിട്ട് ഈ കലത്തിൽ തന്നെ ഇട്ട് വീണ്ടും കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം. അവസാനം ഈ കഞ്ഞിക്കല ഇറക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അതിലാ കഞ്ഞി എങ്ങനെ ഇരിക്കും? ഒന്ന് കഴിച്ച് അത് ദഹിക്കാതെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വയറ് ഈ കഞ്ഞിക്കലവും സമമായിരിക്കും. ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാൻ 5 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം ശരീരത്തിന്. 3 നേരത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നവൻ അകാലത്തിൽ തട്ടിപ്പോകണം, പോയേ മതിയാകൂ. അത് പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ ഉത്തരവാദിത്തം എടുക്കാതെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ, നിങ്ങളുടെ വയറിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളെടുക്കാതെ ഇതൊക്കെ കഴിച്ച് രോഗം വന്നാലും ഡോക്ടറുണ്ടെന്ന് കരുതി ഇരുന്നാൽ രക്ഷപ്പെടില്ല. ഡോക്ടർക്ക് രോഗം ഉണ്ടായി കൂടി കിട്ടിയാലേ ഡോക്ടറുടെ കാര്യം നടക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളെടുക്കാനും നിങ്ങളുടെ രോഗങ്ങൾ മാറ്റാനും തയ്യാറാകുമോ? ആ ഒരു ദിവസം വരെ ആരോഗ്യത്തിൻ്റെ പൊൻപുലരി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലാണ്. തെറ്റായ നിരവധി കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ രാഷ്ട്രീയം മനുഷ്യരെ രോഗികളാക്കുന്നുണ്ട്. രാഷ്ട്രീയം മനുഷ്യ രോഗി ഉണ്ടാക്കുന്നതിന് നിങ്ങൾ നാദാപുരം, കല്ലാച്ചി, കണ്ണൂർ, പാനൂർ, തലശ്ശേരി ഇവിടെയെല്ലാം വെട്ടും കുത്തും ഉണ്ടാകുമ്പോൾ ഭയം കൊണ്ട് മനുഷ്യർക്ക് നിരവധി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉറക്കമില്ലായ്മയെ തുടർന്നുള്ള രോഗങ്ങളും ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന പ്രഷർ കൂടലും ഇതിനേത് മരുന്നുകൊണ്ട് ചികിത്സിക്കണം? രാഷ്ട്രീയ രോഗങ്ങളുണ്ട്. മാവൂർ റയോൺസ് തെറ്റായ ഉൽപാദന പ്രക്രിയയുള്ള ഒരു ഏർപ്പാട് എത്രയോ പേർക്ക് ക്യാൻസർ കൊടുത്തു, എത്രയോ ദുരിതങ്ങൾ മനുഷ്യർക്കുണ്ടാക്കി. അപ്പോൾ വ്യവസായം രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വിദ്യാഭ്യാസം മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 6 മണിക്ക് എണീക്കുന്ന കുട്ടിയെ 6:30 മണിക്ക് വരുന്ന സ്കൂൾ ബസ്സിലേക്ക് പുട്ടുകുറ്റിന്ന് പുട്ട് തള്ളി വിടുന്ന പോലെ കയറ്റണം. ഇവിടെ 7 മണിക്ക് എണീറ്റ് 8 മണിക്ക് എണീറ്റ് 9:30 വരെ വീട്ടിൽ കറങ്ങി നടന്ന് ചാപ്പാടൊക്കെ കഴിച്ച് നീന്തി കുളിച്ച് 10 മണിക്ക് സ്കൂളിൽ പോകേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്നിട്ട് പോലും സ്കൂൾ നമുക്കൊരു ഭീകരനായിരുന്നു. സ്കൂളിനെ നമ്മൾ സ്നേഹിച്ചിരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ്. പാവം കുട്ടി. ഇനി 4 മണിക്ക് വീട്ടിൽ വന്ന് അവൻ വീട്ടിലേക്ക് എത്തണത് രാത്രി 8 മണിക്കാണ്. ട്യൂഷൻ പലതുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് 2 പേര് 4 ദിവസം ഇരുന്ന് തീരാത്തത് അവൻ 12 മണിക്കുള്ളിൽ തീർത്തിട്ട് 12 മണിക്കാണ് കിടന്നുറങ്ങണത്. ഈ കുട്ടി എങ്ങനെ ആരോഗ്യം ഉണ്ടാവും? പല കുട്ടികൾക്കും അപ്പിയിടാൻ സമയമില്ല. ഞാൻ നിരവധി കുട്ടികളെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ അമ്മ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇവനെ കാണുമ്പോഴേ അറിയാം അവൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. കുട്ടിയോട് ചോദിക്കുമ്പോൾ ശരിക്കും പോകണ്ടെന്ന് അവനും പറയും. ശരിക്കും പോകണ്ടോ മോൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ എണീറ്റാൽ? അപ്പോൾ അവൻ പറയും അത് കണ്ണും മുഖം കഴുകുക, പിന്നെന്താ ചായ കുടിക്കുക, പിന്നെ എന്ത് ചെയ്യും? പിന്നെ പല്ല് വെക്കും, പിന്നെന്ത് ചെയ്യും? കുളിക്കും, പിന്നെന്ത് ചെയ്യും? ഡ്രസ്സ് ചെയ്യും, സ്കൂളിൽ. അപ്പം മോൻ അപ്പിയിടൂല്ലേ കുട്ട? അത് വൈകിട്ടാണ്. വൈകിട്ടാണ്. അതും ദിവസം ഉണ്ടോ കുട്ട? പിന്നെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ്. അവൻ്റെ വിചാരം അങ്ങനെ പോയാൽ മതി എന്നാണ്. കുട്ടികൾക്കറിയില്ല ആരോഗ്യത്തെക്കുറിച്ച്. മരുന്ന് കമ്പനിക്കാർക്ക് അനുകൂലമായ ഒരു വിദ്യാഭ്യാസമല്ലാതെ, മരുന്ന് കച്ചവടം സാധ്യമാകുന്ന ഒരു വിദ്യാഭ്യാസമല്ലാതെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിദ്യാഭ്യാസ പരിപാടിയുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലാണ് നമ്മൾ കിടക്കുന്നത്. രോഗങ്ങൾ ഉണ്ടാകേണ്ടത് ഇവിടെ സംഘടിതമായ ശക്തികളുടെ ആവശ്യമാണ്. ഡോക്ടർമാരുടെ ആവശ്യമാണ്, ആശുപത്രികളുടെ ആവശ്യമാണ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുകളുടെ ആവശ്യമാണ്, മരുന്ന് കടക്കാരുടെ ആവശ്യമാണ്, മരുന്ന് കമ്പനികളുടെ ആവശ്യമാണ്, ആരോഗ്യവകുപ്പിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യവകുപ്പിലെ സകല ഉദ്യോഗസ്ഥന്മാരും മരുന്ന് കമ്പനിയുടെ കോഴ വാങ്ങുന്നവരാണ്. ഇവിടെ മുമ്പ് ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉണ്ടായിരുന്നല്ലോ, കള്ളൻ രാജൻ. എന്താണ്? VK രാജൻ, ഡോക്ടർ VK രാജൻ, ബ്രാക്കറ്റിൽ കള്ളൻ. ഇതൊക്കെ പറയുമ്പോൾ അയാൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. ഇത് ഞാൻ അയാളുടെ മുമ്പിലും കേരളം ഒട്ടാകെയും ഞങ്ങളുടെ മാസികയിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. അയാൾക്ക് മാനത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കട്ടെ. ഇതുപോലൊരു കള്ളൻ
മരുന്ന് കമ്പനികളുടെ കാശ് വാങ്ങി കോടികൾ ഉണ്ടാക്കിയ ഒരു കള്ളനാണ് പറഞ്ഞത് പോളിയോ മരുന്നിന് കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം കൂടി കൊടുത്തു. ഇപ്പോഴും ദിവസവും കോഴിക്കോട് മാത്രം പത്രങ്ങൾ എടുത്താൽ പ്രതിരോധ കുത്തിവയ്പ്പ് ഫലപ്രദമാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള വാർത്തകൾ ഇങ്ങനെ ഇറങ്ങിയുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം പറയാം. എന്താണ് ഈ മരുന്നിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് ചോദിക്കണം നിങ്ങൾ. ഈ ആരോഗ്യവകുപ്പുകാർ മുഴുവനും സ്കൂളുകളിലേക്ക് പ്രോഗ്രാം ഇട്ട് കൊടുത്താൽ ആരോഗ്യവകുപ്പുകാർക്ക് നല്ല കമ്മീഷനാണ്. ഡോക്ടർമാർക്ക് കാറ്, വിദേശ യാത്ര ഒക്കെ കൊടുക്കുന്നത് പോലെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും പർച്ചേസിങ്ങിനൊക്കെ വേണ്ടി കൊടുക്കുന്ന കോഴയുണ്ടല്ലോ, നമ്മൾ ഞെട്ടും. നമുക്ക് ചിന്തിക്കാനാവാത്ത കോഴയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. മുമ്പ് അങ്ങനെയല്ല, അവർ കൊടുക്കണോ വാങ്ങും. ഇപ്പം അതല്ല. ഡോക്ടറെ, ഞങ്ങളുടെ മരുന്ന് 5000 എണ്ണം മാസം ഡോക്ടർ എഴുതിയിരിക്കണം, ഡോക്ടർക്ക് എന്ത് വേണം? ഇങ്ങനെയാണ് ചോദ്യം. ഇതെന്നോട് പറയുന്നത് എറണാകുളത്തെ ഏറ്റവും വലിയൊരു ആശുപത്രിയുടെ ഉടമയാണ്. അയാൾ എൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ജേക്കബ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, അവർ ഡോക്ടറെ തട്ടും. ഞാൻ പറഞ്ഞു, അവർ തട്ടിയില്ലെങ്കിലും തട്ടിപ്പോണ കൂട്ടത്തിലാണ് ഞാൻ. അവർ തട്ടിയില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോവും. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണത്? എങ്ങനെയായാലും ഒരു ദിവസം തട്ടിപ്പോവും, പിന്നെ എന്തിനു പേടിക്കണം? അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം അതിഭീകരമായി കള്ളന്മാരുടെ കരങ്ങളിലാണ്. അതിലെ പ്രബലമായ ശക്തികൾ ആരോഗ്യത്തെ മരുന്നിനനുകൂലമായി നിർവചിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ അവർ തന്നെ പ്രകൃതിക്കുന്ന, അവർ പഠിക്കുന്നു എന്ന് പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റുകളിൽ എന്താണോ ഉള്ളത് അതിന് നേരെ എതിരായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പനിക്ക് മരുന്ന് ചെയ്യാൻ പാടില്ല എന്ന് ഹിപ്പോക്രാറ്റസ് തുടങ്ങിയിട്ട് ഈ മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്. പാരാസെറ്റമോൾ increases the risk of liver damage in chronic alcoholics. Paracetamol as little as 10 to 15 gram taken within 24 hours may cause severe hepatocellular necrosis and less frequently renal tubular necrosis. 3-4 ദിവസം കൊണ്ടാണ് പാരാസെറ്റമോളിൻ്റെ ചെറിയ അളവായിട്ടുള്ള 10 തുടങ്ങി 15 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ആള് കരൾ തകർന്ന് കിഡ്നി തകർന്ന് മരിക്കുക എന്ന് ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി, ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകത്തിൻ്റെ 23-ാമത്തെ പേജ് പറയുന്നത്. ഈ ചാർട്ട് വരച്ചു വെച്ചിരിക്കുന്നത് പാരാസെറ്റമോൾ രക്തത്തിലുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ചാർട്ടാണ്. കൃത്യമായിട്ട് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പാരാസെറ്റമോള്. പാരാസെറ്റമോൾ കഴിച്ച് കരളും കിഡ്നിയും തകരുമ്പോൾ അത് എലിയുടെ മുതുകത്ത് വെക്കും, എലിപ്പനിയാണെന്ന് പറയും. അതിന് പെൻസിലിനും ടെട്രാസൈക്ലിനും ആയിരുന്നു ചികിത്സ. അമേരിക്കൻ ടെക്സ്റ്റായ പിൽബുക്ക് ഞാനെടുത്ത് നോക്കിയപ്പോൾ പെൻസിലിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയത്. അപ്പോൾ പെൻസിലിനും ടെട്രാസൈക്ലിനും തമ്മിൽ ചേർക്കാൻ പാടില്ല. തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ ദീസ് ഡ്രഗ്സ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ഈച്ച് അതർ. 815-ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പെൻസിലിൻ ഷുഡ് നോട്ട് ബി കമ്പൈൻഡ് വിത്ത് എ ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക് സച്ച് ആസ് ക്ലോറോഫിനോക്കോൾ, എർത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ ആൻഡ് നിയോമൈസിൻ. തമ്മി ചേർക്കരുതെന്ന് പറയുന്ന മരുന്ന് ചേർത്ത് ആളെ കൊല്ലുന്ന ഈ ഡോക്ടർമാരെന്ന കാപാലിക വർഗം, എന്നിട്ട് എലി പിടിക്കുന്നവർക്ക് 4 രൂപ സമ്മാനം. ഒരു എലിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എലിപ്പനിയെ നേരിടണ്ടേ? ചിക്കൻ കുനിയ കൊതുകുണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആലപ്പുഴയിലെ ജയിലിലെ സൂപ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, സാറേ ഈ അവിടെ ജയിലിൽ ആരെങ്കിലും ചിക്കൻ കുനിയ കൊണ്ട് ചത്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇവിടെ ആരും ചത്തിട്ടുമില്ല, ഇവിടെ ആർക്കും ചിക്കൻ കുനിയ ഉണ്ടായിട്ടുമില്ല. കൊതുകാണ് ചിക്കൻ കുനിയ ഉണ്ടാക്കുന്നതെങ്കിൽ ജയിലിൽ കിടക്കുന്നവനല്ലേ ഏറ്റവും കൂടുതൽ കൊതുക് കടി കൊള്ളണത്? ജയിലിലെ ശിക്ഷ കൊതുക് കടിയല്ലേ? അല്ലാതെ എന്താ? ജയിലിൽ നല്ല ആഹാരം, കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ സമയാസമയത്ത് ആഹാരം, നല്ല സെക്യൂരിറ്റി. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പോലും വഴിതെറ്റും, പക്ഷേ ജയിലിൽ ഇവനുള്ള കള്ളനുള്ള സെക്യൂരിറ്റി വഴിതെറ്റാറില്ല. അത്രയും സെക്യൂരിറ്റി. പിന്നെന്താ ശിക്ഷ? കൊതുക് കടി. ജയിലിൽ കിടന്ന് പുതപ്പുമില്ല, നിക്കർ മാത്രമല്ലേ ഉള്ളൂ. ആ കൊതുക് കടി 2 ദിവസം കൊണ്ടാൽ ഒരുമാതിരപ്പെട്ട നമ്മളാരും പിന്നൊരു കുറ്റം ചെയ്യില്ല. അപ്പോൾ അവിടെ ആരും ചത്തില്ല. പിന്നെ ഞാൻ വഴിവക്കി കിടന്നിറങ്ങുന്ന പാവങ്ങൾ ചിക്കൻ കുനി കൊണ്ട് ചത്തോന്ന് അന്വേഷിച്ചപ്പോൾ ഒരു യാചകനും വഴി കിടന്നുറങ്ങുന്ന ആളും ചത്തിട്ടില്ല. അപ്പോൾ കൊതുകാണോ ചിക്കൻ കുനി ഉണ്ടാക്കിയത്? മെഫ്റ്റാൽ ഫോർട്ട് എന്ന് പറഞ്ഞ കൊലയാളി മരുന്ന്. ഈ മരുന്ന് കടയിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഈ മരുന്ന് പിടിച്ചെടുക്കണമെന്ന് ഡ്രഗ് കൺട്രോളോട് ആവശ്യപ്പെട്ടു. ഈ മരുന്ന് മിഫാനമിക് ആസിഡും പാരാസെറ്റമോളും കൂട്ടിച്ചേർത്തൊരു സാധനമാണ്. ഞാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് മെയിൽ ചെയ്തു, ഈ മരുന്നുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന മറുപടി, സിംസ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം വഴിയാണ് എന്നത് ബന്ധപ്പെട്ടത്. വന്നു, ഇത് ഇറാഷണൽ കോമ്പിനേഷനാണ്, ഈ കോമ്പിനേഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഈ കോമ്പിനേഷൻ കൊണ്ട് സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ടാകാവുന്നത് സന്ധികളിൽ നീർക്കെട്ടുണ്ടാകുക, ഹൃദയത്തിലെ മാംസപേശികൾ നിലച്ച് കാർഡിയോ വാസ്കുലർ കൊളാപ്സും അനാഫൈലാറ്റിക് ഷോക്കും ഉണ്ടായി ആൾ മരിക്കാം. ചേർത്തലയിൽ മരിച്ച നാഗേന്ദ്ര ഷേണായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ലോകാരോഗ്യ സംഘടന നിരോധിക്കാൻ ആവശ്യപ്പെട്ട് 180 രാജ്യങ്ങൾ നിരോധിച്ചു കഴിഞ്ഞ നെമസൊലൈഡ് എന്ന് പറഞ്ഞ മരുന്നിൻ്റെ നൈസ് ബ്രാൻഡ് ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു.
ഞങ്ങളത് നോട്ടീസായിട്ട് പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ പത്രം ഇറക്കി. സുജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാസികയുണ്ട്. ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരും സുജീവിതം മാസിക എന്ന് തന്നെ വരിക്കാരാവണം. 120 രൂപയേ ഉള്ളൂ ഒരു കൊല്ലത്തേക്ക്. സുകുമാർ അഴീക്കോട് സാറാണ് അതിൻ്റെ മുഖ്യ പത്രാധിപർ. ആ മാസികയിൽ ഞങ്ങൾ അച്ചടിച്ചു. പല പത്രങ്ങളും അത് എടുത്തു കൊടുത്തു. ഒരാൾ പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം ഇതൊക്കെ എവിടെ നടക്കുന്നതെന്ന്. ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്, എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ നാട് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിൻ്റെ വാർത്തയുണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കിട്ടേണ്ടത് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ്. നമുക്ക് രോഗമുണ്ടാകുന്നത് മരുന്ന് കഴിക്കാൻ വേണ്ടിയല്ല. മരുന്ന് കഴിച്ചാൽ രോഗം മാറില്ല, രോഗം കൂടുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ട്, ചാർക്കോൾ എന്ന് പറയുന്ന കരി അല്ലാതെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ട് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് 5 രോഗങ്ങൾ ഉണ്ടാവില്ല, 4 രോഗങ്ങളെ ഉണ്ടാകൂ എന്ന് ആരെങ്കിലും പറയാമെങ്കിൽ അയാൾക്ക് 1,01,000 രൂപയുടെ അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 കൊല്ലമായി പ്രഖ്യാപിച്ചിട്ട്. ഇന്നുവരെ ഒരു ഡോക്ടറും ഒരു ശാസ്ത്രജ്ഞനും മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശ്രമിച്ച് നോക്കാമെങ്കിൽ നോക്കുക. 1,01,000 രൂപയുടെ അവാർഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും രോഗം രോഗാണുക്കൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാമെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന റോബർട്ട് കോക്കിൻ്റെ സിദ്ധാന്തമാണ് രോഗാണു സിദ്ധാന്തത്തിനുള്ളത്, ഏറ്റവും അംഗീകരിക്കപ്പെട്ടത്. ഈ റോബർട്ട് കോക്കിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഏതെങ്കിലും ഒരു രോഗം അണുക്കളാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രാക്ടിക്കലായിട്ട് തെളിയിച്ചു തരാമെങ്കിൽ 1,01,000 രൂപയുടെ അവാർഡ് കൊടുക്കാം. ഞങ്ങൾക്കുള്ള എറണാകുളം ചമ്പക്കരയിലെ ആശുപത്രി, ആലുവ ചാലക്കലെ ആശുപത്രി, മണ്ണാർക്കാട്ടെ ആശുപത്രി, കോഴിക്കോട്ടെ ആശുപത്രി, ഈ 4 ആശുപത്രികളും അവരുടെ പ്രചരണ കേന്ദ്രങ്ങളായിട്ട് വിട്ടുകൊടുത്ത് അവരുടെ ദാസന്മാരായിട്ട് ഞങ്ങൾ പണിയെടുത്തോളാം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭാരതീയൻ്റെ ശരാശരി ആയുസ് 40 വയസ്സായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പ്രതിരോധ മരുന്നുകളും ഇംഗ്ലീഷ് മരുന്നൊക്കെ വന്നപ്പോൾ ജീവിതദൈർഘ്യം കൂടി 70-72 ഒക്കെ ആയി നിൽക്കുകയാണ്. നിങ്ങളിൽ എത്ര പേരുടെ അപ്പൂപ്പന്മാർ 40-ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്? അങ്ങയുടെ അപ്പൂപ്പൻ എത്രാമത്തെ വയസ്സിലാണ്? അമ്മുമ്മയും അപ്പൂപ്പന്മാരും എത്രാമത്തെ വയസ്സിലാണ് മരിച്ചിട്ടുള്ളത്? 40 വയസ്സിൽ മരിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ ഇവർ പറഞ്ഞാൽ ശരിയാവണേ? അങ്ങയുടെ അപ്പൂപ്പൻ 40 വയസ്സിൽ മരിച്ചിട്ടില്ല. 40 വയസ്സിൽ അപ്പൂപ്പനും അമ്മുമ്മമാരും മരിച്ചു പോയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് വെച്ചൊന്ന് കൈവക്കുക. അതെ, ഇതിലിരിക്കുന്ന എത്ര പേരുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ 40 വയസ്സിൽ മരിച്ചിട്ടുണ്ട്? ആയിക്കോട്ടെ, ഇതിലിരിക്കുന്ന എത്ര പേരുടെ അപ്പൂപ്പന്മാർ 40-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്? ഇതെന്താ കണക്ക്? ഈ കണക്ക് ഇത് മാഷൊന്ന് കേൾക്ക്, നോക്കാം. മാഷൊന്ന് കണക്ക് സെൻസസ് എടുത്തിട്ടുണ്ട്. ആ സെൻസസാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഓരോ വീട്ടിലും 8ഉം 10ഉം കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ 1, 2, 3 പേര് ഇടയ്ക്ക് വെച്ച് മരിക്കും. ജനനം വളരെ കൂടുതലായിരുന്നു. ജനിച്ച ഉടനെ മരിക്കും, 3 ദിവസം കഴിഞ്ഞ് മരിക്കും, 3 കൊല്ലം കൊണ്ട് മരിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുളത്തിൽ വീണ് മരിച്ച കുട്ടികൾ, ഞാനും അത്തരത്തിൽ കുളത്തിൽ വീണ് പായലിൻ്റെ അടിയിൽ പോയി അല്പം നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട അങ്ങനെ ഒരു അബദ്ധമായിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ കുളത്തിൽ വീണ് മരിക്കും, മരത്തെ കയറി താഴെ ചാടി മരിക്കും. അങ്ങനെ മരണങ്ങൾ വളരെ കൂടുതലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ 1000 പേരുടെ ഒരു പ്രദേശം, ഓരോരുത്തർക്കും 10,000 കോടി രൂപയുടെ വരുമാനം. അത് ഭയങ്കരമാണല്ലോ. ഇന്ത്യയിൽ ഇത്രയും പുരോഗമിച്ചൊരു സ്ഥലമോ? എന്നാ ഒന്ന് കാണാമെന്ന് കരുതി നമ്മൾ പോകുന്നു. ചെന്നപ്പോൾ 999 തെണ്ടികളാണ്. ഇവർ കാലത്തെ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാൻ പോകുന്നു. ഇവർക്കാണോ 10,000 കോടി രൂപയുടെ കണക്കുകാരൻ, സെൻസസുകാരൻ പറയും അതെ, അതങ്ങനെ ശരിയാവണേ? അതങ്ങനെയാണ്. അപ്പുറത്തെ വീട് ആരുടെയാണെന്നറിയാവോ? 1000-ാമത്തെ വീട് ഇല്ല, അത് ടാറ്റയുടെ വീടാണ്. അപ്പം ഈ സെൻസസുകാരൻ ഈ ടാറ്റയുടെ വരുമാനവും തെണ്ടികളുടെ വരുമാനവും എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചങ്ങോട്ട് കൂട്ടും. എന്നിട്ട് 1000-ത്തെ കൊണ്ട് അങ്ങോട്ട് ഹരിക്കും. അപ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞതുപോലെ. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിൽ അവരുടെ എണ്ണവും അവരുടെ ആയുസ്സും വെച്ചങ്ങോട്ട് ഒരു കളിയുണ്ട്. 3-ാമത്തെ ദിവസം ജനിച്ചു മരിച്ച കുഞ്ഞും 30-ാമത്തെ ദിവസം മരിച്ച കുഞ്ഞും 3 വയസ്സിൽ മരിച്ച കുഞ്ഞും 105-ാമത്തെ വയസ്സിൽ മരിച്ച അപ്പൂപ്പനെയും കൂടെ ഒന്നിച്ചങ്ങോട്ട് കൂട്ടും. അപ്പോൾ 108, 3 മാസം 3 ദിവസം എന്നൊക്കെ കിട്ടും.
എന്നിട്ട് 4 കൊണ്ട് അതിനെ ഹരിക്കുമ്പോൾ ഇവരെത്ര കൊല്ലം ജീവിച്ചു? ഈ കള്ളക്കണക്കാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 40,000 എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത്. വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാർ നേരെ നടക്കാൻ വയ്യാണ്ട് കുനിഞ്ഞ് ഒരു വടിയും കൂടെ പിടിച്ച് പല്ലുമില്ല, ചെവിയും കാകക്കുകയല്ല, കണ്ണും കാണുകയില്ല, ഇങ്ങനെ നടന്നാണ് നമ്മുടെ അപ്പൂപ്പന്മാർ ചത്തിട്ടുള്ളത്. ഈ വടിയും കുത്തിപ്പിടിച്ച് 3 കാലിൽ നടക്കും, പിന്നെ 4 കാലിൽ ഒരു കിടപ്പുണ്ട്. ഇവിടെ 3 കാല് 4 കാല് പോയിട്ട് 3 കാലിൽ പോലും നമുക്ക് എത്താൻ പറ്റണില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ തട്ടിപ്പോവുകയാണ്, നടക്കണ വഴി തട്ടിപ്പോവുകയാണ്. ഈ ഒരു കള്ളക്കണക്ക്, കള്ളശാസ്ത്രജ്ഞന്മാർ, കള്ള സ്റ്റാറ്റിക്സുകാർ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കുത്തിവയ്പ്പ് കാരണമാണ്. ഇവരുടെ കുത്തിവയ്പ്പ് കാരണം 30ാമത്തെ വയസ്സ് തുടങ്ങി സകലരും രോഗികളാണ്. 40 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്ന എത്ര പേരെ ഈ രാജ്യത്ത് കാണിച്ചു തരാൻ സാധിക്കും? ഇവർ വലിയ ആരോഗ്യമൊക്കെ നടത്തുന്നുണ്ടല്ലോ. 40 വയസ്സ് കഴിഞ്ഞ് പകർച്ചവ്യാധികളായിട്ട്, അതിനേക്കാൾ ഭീകരമായിട്ട്, പ്ലേഗിനേക്കാൾ ഭീകരമായി പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഹൃദ്രോഗം, ആർത്രൈറ്റിസ്, അൾസർ, പൈൽസ്, ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന മരുന്ന് കമ്പനികളുടെ ഇരകൾ മാത്രം നിറഞ്ഞ ഒന്നായിട്ട് ഈ പ്രപഞ്ചത്തെ ആരോഗ്യവകുപ്പ് മാറ്റിയിരിക്കുന്നു. എന്നിട്ട് അവർ പറയും ഇപ്പം ആയുർദൈർഘ്യം കൂടി. എവിടെ കൂടിയിട്ട്? കുറഞ്ഞതേ ഉള്ളൂ. ആയുർദൈർഘ്യം കുറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ജനനങ്ങൾ വളരെ കുറഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് 1-2 കുട്ടികളേ ഉള്ളൂ. ഈ കുട്ടികളെ കണ്ണിലും താഴെ വെക്കുകയില്ല, തലയിൽ വെക്കുകയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടുവരുന്നത് കൊണ്ട് മരണനിരക്ക് കുറഞ്ഞപ്പോൾ, ശിശുമരണങ്ങൾ കുറഞ്ഞപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് കുറച്ച് കണക്ക് ആയുർദൈർഘ്യം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്ലേഗ് മാറിയില്ലേ? വസൂരി അതുപോലെ മരുന്ന് ചെയ്തിട്ടാണോ? ഇവൻ്റെ ഈ പ്രതിരോധ മരുന്ന് തുടങ്ങിയിട്ട് 30 കൊല്ലം ആയുള്ളൂ. 30 കൊല്ലത്തിന് ഇപ്പുറം പ്ലേഗ് ആരും കേട്ടിട്ടില്ല. വസൂരി മാറ്റിയെന്ന് പറഞ്ഞിട്ട് വസൂരിക്കൊക്കെ ഇവൻ കണക്ക് പലതരത്തിലുള്ള തട്ടുകളുണ്ടാക്കി കുറേ കണക്ക് അതിലേക്ക് ഇടും. പോളിയോ മാറി എന്ന് പറയുന്നു. വാക്സിൻ അനുബന്ധ പോളിയോ വളരെ കൂടി, അതിനവൻ ഗില്ലൻ ഭാര്യ എന്ന് പറയും, ഗില്ലൻ്റെ ഭാര്യ എന്ന് പറയും. ഓരോ തരത്തിലുള്ള പേരുകളിട്ട് പോളിയോ ഇതര തളർച്ചാ രോഗങ്ങളെന്ന് പറഞ്ഞ് മുമ്പ് ഈ ലോകത്ത് കേട്ടിട്ടില്ല. എല്ലാം പോളിയോ ആയിരുന്നു. പക്ഷെ ഇവൻ വാക്സിൻ തുടങ്ങിയതിന് ശേഷം വാക്സിൻ വിജയമാണ് എന്ന് കാണിക്കാൻ തളരുന്ന കുട്ടികളെയൊക്കെ പോളിയോ കൊണ്ട് തളർന്നതല്ല, ഇത് വാക്സിൻ ഇതര തളർച്ചയാണ് എന്ന് പറഞ്ഞൊരു പട്ടിക ഉണ്ടാക്കി അതിലേക്ക് ഇടുകയാണ്. അങ്ങനെ മരുന്ന് കമ്പനിക്കാരുടെ അവരുടെ ശാസ്ത്രജ്ഞ ബുദ്ധി, സ്വാധീനം, ആ മരുന്ന് കമ്പനിക്കാരുടെ തട്ടിപ്പുകളാണ് വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അവരെ ഫീഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികളാണ്. മരുന്നിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണിത്. ഈ നിലവിലുള്ള ആരോഗ്യ മാസികകൾ വായിച്ച് വട്ടുപിടിക്കുന്ന ധാരാളം പേരുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവന് ഉറപ്പാണ് എനിക്ക് ഈ രോഗം ഉണ്ടല്ലോ, എനിക്കും ഉണ്ടല്ലോ ഈ രോഗം. ഈ ഒരു തരത്തിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. ഇതിനു വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾക്കെല്ലാം ഓരോ രാജ്യത്തും ഓരോ ഭാഷയിലും അവരുടെ ഏജൻറ്റുമാരായിട്ടുള്ള എഴുത്തുകാരുണ്ട്, അവരുടെ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഒരു ഗവേഷണം നടത്താൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൊടുത്തിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ, മരുന്ന് കമ്പനി ആവശ്യപ്പെടുന്നത് നിങ്ങൾ റിസർച്ച് നടത്തി ഞങ്ങൾക്ക് രേഖകൾ തരണം. പക്ഷെ റിപ്പോർട്ട് ഞങ്ങളുടെ ഈ റിപ്പോർട്ടായിരിക്കണം നിങ്ങൾ റിസർച്ച് നടത്തി തരേണ്ടത്. ഈ ഒരു റിസൾട്ട് റിപ്പോർട്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് റിസർച്ച് നടത്താം? അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വളരെ ബുദ്ധി ഉള്ള എഴുത്തറിയാവുന്ന ആളുകളെ, പ്രസംഗിക്കാൻ അറിയാവുന്നവരെയെല്ലാം കോടികൾ കൊടുത്താണ് ഇവരുടെ പ്രചാരമാക്കി വെക്കുന്നത്. അപ്പോൾ ഈ ആരോഗ്യ മാസികകൾക്ക് വലിയ ശാസ്ത്രീയമായ രീതിയിൽ എഴുതാൻ കിട്ടുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള കള്ള എഴുത്തുകാരെയാണ്. ഇപ്പോൾ കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ്റെ മേധാവി ഡോക്ടർ ബി പത്മകുമാർ ആരോഗ്യമാസിക, മാതൃഭൂമി ആരോഗ്യമാസികയിൽ ഡ്രഗ് ഡയറി എഴുതി കുറേ കാലം എഴുതി വരുന്നു. ഇപ്പോൾ അൽപ്രസലാം എന്ന് പറഞ്ഞൊരു മരുന്നിനെക്കുറിച്ച് എഴുതിയത് ഞങ്ങൾ ഈ മാസിക കൊടുത്തിട്ടുണ്ട്. ഈ മരുന്ന് മാനസിക രോഗമുള്ളവർക്ക് ആധുനിക ജീവിതത്തിൻ്റെ മുഖമുദ്രയായ ടെൻഷൻ അകറ്റാൻ വേണ്ടിയുള്ള മരുന്നാണ്. ഇത് വളരെ സുരക്ഷിതമാണ്, ഒരു കുഴപ്പവും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നവർ മയങ്ങാനിടയുള്ളതുകൊണ്ട് വണ്ടി ഓടിക്കരുത്, അപകടകാരികളായിട്ടുള്ള യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യരുത്, പിന്നെ 4 കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് അടിമത്തം വരുമൊക്കെ. സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മരുന്നേ, വണ്ടി ഓടിക്കാൻ പാടില്ല, അപകടകരമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ വണ്ടി ഓടിക്കുന്നത് കൊണ്ടും അപകടകരങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുമാണല്ലോ ആധുനിക യോഗത്തിൻ്റെ ടെൻഷൻ വന്ന് കയറുന്നത്. ഇത് ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ ഇവൻ്റെ മരുന്നെന്തിനാ? ടെൻഷൻ ഉണ്ടാവുമോ?
ഇനി അവൻ പറയാത്ത കുറേ സൈഡ് എഫക്ട്സ് കൂടി മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളങ്ങ് കൊടുത്തു. അപ്പോൾ മാസികകൾ, ഇപ്പോൾ ആരോഗ്യ മാസികകളിൽ ഇരിക്കുന്ന പത്രാധിപന്മാർ ഇതിനെക്കുറിച്ച് വ്യക്തമായുള്ള കാഴ്ചപ്പാടും പഠനമുള്ളവരായിരിക്കില്ല. അവർ ജേർണലിസ്റ്റുകളാണ്. നമ്മുടെ ജേർണലിസ്റ്റുകളെ വഴിതെറ്റിക്കാൻ, വളരെ വിദഗ്ധമായി വഴിതെറ്റിക്കാൻ, ശാസ്ത്രീയമായി ഇത് അവതരിപ്പിക്കാൻ മെഡിക്കൽ കമ്പനികളുടെ ഇൻട്രസ്റ്റുകൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ള, വളരെ ആദരിക്കപ്പെടുന്ന റിട്ടയർ ചെയ്ത മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെയൊക്കെയാണ് ഇവരുടെ ഉപദേശഷ്ടാക്കളായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒരു മന്ത് ഷേണായി ഉണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, കോഴിക്കോടല്ല ആലപ്പുഴയിലെ തന്നെ, സർക്കാരിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ മന്ത് ഉപദേഷ്ടാവാണ്. സകലരും മന്ത് ഗുളിക കഴിക്കണം. കേരളത്തിൽ 68 ലക്ഷം മന്ത് രോഗികൾ. 68 ലക്ഷം രോഗികൾ മന്തായിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന 1, 2, 3, 4, 5 അഞ്ചാമത്തെ ആൾക്ക് മന്ദ. അതാണ് സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ മുണ്ടൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. 5-ൽ ഒരാൾക്ക് മന്ത് കാണണം. കണക്കതാണ്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ മന്ത് വ്യാപകമായി കേരളത്തിൽ പരക്കുകയാണ്. ഉടനെ തന്നെ ലോകാരോഗ്യ സംഘടന വിദഗ്ധന്മാർ, മരുന്ന് കമ്പനികൾ എഴുതി കൊടുത്തിരിക്കുന്ന പദ്ധതി, എല്ലാവരും 3 ഹെട്രാസാൻ മരുന്ന് കഴിക്കുക, കുട്ടികൾ 2 മന്ത് മരുന്ന് പരിപാടി 1. പിന്നെ കേരളത്തിൽ സകലർക്കും വയറിളക്കമാണ്. റിപ്പോർട്ട് അങ്ങനെയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് പോയത്. ഈ കള്ള ആരോഗ്യവകുപ്പുകാർ റിപ്പോർട്ട് ചോദിച്ചേക്കണം കേരളത്തിൽ എല്ലാവർക്കും വയറിളക്കം. നമ്മുടെ കുഞ്ഞനമ്പ്യാർ ഒരു പശുവിനെ കണ്ടില്ലേ, അയ്യേ പയ്യെ എന്താണ് നിനക്കും വക്കത്ത് തന്നെയാണോ ഊണെന്ന് വയറിളക്കിക്കൊണ്ട് നടന്ന പശുവിനോട് ചോദിച്ചൊരവസ്ഥയിലാണ് അത്ര കേരളീയർ നടക്കുന്നത്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന വേഗം കൂടി കേരളീയൻ്റെ ശുചിത്വം മെച്ചപ്പെടുത്തണം, കേരളീയനെ കൊണ്ട് സോപ്പിട്ട് കൈ കഴുകിക്കണം. അടിക്കണ്ടേ ഇവന് ഏത് ലോക അനാരോഗ്യ സംഘടന? കേരളീയനെ സോപ്പിട്ട് കൈ കഴിച്ച് കേരളീയൻ്റെ രോഗം വയറ്റിന്ന് പോകാത്തതാണ്. വയറ്റിന്ന് നേരെ ചൊവ്വേ പോണ കേരളീയനെ കാണാൻ പ്രയാസമാണ്. അത് പരിഹാരം കൈ കഴിക്കൽ. ഇവിടെ 2 നേരം കുളിക്കുന്ന കേരളീയൻ ഈ ഇന്ത്യയിൽ 2 നേരം കുളിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ കേരളീയനേ ഉള്ളൂ. ദിവസേന കുളിക്കുന്നവനുണ്ടെങ്കിലും കേരളീയനേ ഉള്ളൂ. ആ കേരളീയനെ കൊണ്ട് കൈ സോപ്പിട്ട് കഴിക്കാനുള്ള പരിപാടി ആരൊക്കെ കൂടിയാ? ലൈഫ് ബോയ് സോപ്പ് കമ്പനിക്കാരനും ഹിന്ദുസ്ഥാൻ ലിവറും ഒക്കെ കൂടിയാണ് ഭയങ്കര പ്രോജക്റ്റായിട്ട് വന്നത്. കോടിക്കണക്കിന് രൂപ എവിടെന്നാ വരണേ? പൾസ് പോളിയോ 1995 അമേരിക്കയിൽ പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ സാബിൻ നിരോധിച്ചു. കൂടുതൽ കുട്ടികൾക്ക് പോളിയോ പിടിക്കുന്നു എന്ന് കണ്ടിട്ട്. അക്കൊല്ലമാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലവെള്ളം പലതുള്ളിയായിട്ട് വരുന്ന പോളിയോ തുള്ളി തുള്ളാൻ തുടങ്ങിയത്. പറഞ്ഞത് 3 തുള്ളി കൊണ്ട് ഭാരതമൊട്ടാകെ പോളിയോ വിമുക്തി എന്നാണ് പറഞ്ഞത്. 3 കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു ബൂസ്റ്റർ കൂടെ കൊടുക്കണം, പിന്നെ പറഞ്ഞൊരു അധിക ഡോസ് കൂടെ കൊടുക്കണം, പിന്നെ വേറൊന്നും പറയുന്നില്ല, പൾസ് കൊടുക്കണം. അങ്ങനെ 12 കൊല്ലമായിട്ടും ആരോഗ്യവകുപ്പിൻ്റെ തുള്ളൽ തീർന്നിട്ടില്ല. ചോദിക്കുന്നതിന് ഉത്തരവില്ല. ഈ പോളിയോ വാക്സിനുള്ളിൽ മെർക്കുറി ഉണ്ടോ? ശവശരീരം കാത്തു സൂക്ഷിക്കുന്ന ഫോർമലിൻ എന്ന വിഷദ്രാവകമുണ്ടോ? ഉണ്ട്. തിമറോസിലുണ്ട്, അലൂമിനിയം ഫോസ്ഫേറ്റ് ഉണ്ട്, ആംബിസിലിൻ ഉണ്ട്. 7 ലക്ഷത്തിലധികം അണുക്കൾ ഈ സാധനത്തിനുള്ളിലുണ്ടെന്ന് പീഡിയാട്രിക് ഇൻഡെക്സ് പറയുന്നു. പോളിയോ ഓറൽ പോളിയോ വാക്സിൻ സാബിൻ്റെ ഉള്ളിൽ 7 ലക്ഷത്തിലധികം പോളിയോ വൈറസ് ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് റെയർ കേസസ് ഓഫ് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ, വാക്സിൻ അനുബന്ധ പോളിയോ അപൂർവമായിട്ട് വാക്സിൻ എടുക്കുന്നവർക്കും ആ കുട്ടിയുമായി ബന്ധപ്പെടുന്നവർക്ക് കൂടി, അവിടെയാണ് ഭീകരത മനസ്സിലാക്കേണ്ടത്, ആ കുട്ടികളുമായി ബന്ധപ്പെടുന്നവർക്ക് കൂടെ തളർച്ച വരാമെന്നാണ് ഈ മെഡിക്കൽ പ്രസിദ്ധീകരണം. പീഡിയാട്രിക് ഇൻഡെക്സ് ഇന്ത്യയിൽ ഇറങ്ങുന്ന മരുന്നുകളെ എന്താ ചെയ്യുക? ഇത് ഈ കോഴിക്കോട് മെഡിക്കൽ ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ 3 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്താ ചെയ്യുക? ആരാ കേൾക്കുക? അതിഭീകരമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വന്ധ്യംകരിക്കാൻ, എയ്ഡ്സിൻ്റെ ഉള്ളിലിട്ട് കൊന്നു തീർക്കാൻ ഒരു അപ്രഖ്യാപിത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ശക്തികൾ. ബോംബിട്ട് കൊല്ലുന്നതിന് പകരം മരുന്നിട്ട് കൊല്ലുന്നു. അതാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് വാരി കുടിച്ചോളും, യാതൊരു കുഴപ്പമില്ല, എളുപ്പമുള്ളൊരു വഴിയാണ്.